മനുഷ്യ ജീവിതം വിശുദ്ധമെന്നും അതേസമയം നാം എല്ലാം നിസ്സഹായർ ആണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കൊച്ചു ദൃശ്യാവിഷ്കാരത്തിലൂടെ. ജീവിതകാലം മുഴുവൻ ആർത്തിയോടെ ഓടി നടന്ന് വാരിക്കൂട്ടിയതൊക്കെ ഇവിടെ വീഴ്ച പോകുന്ന നമ്മുടെ അവസ്ഥ ആലോചിച്ചാൽ പിന്നെ നന്മ ചെയ്യാനേ നേരം കാണുന്നു. അത് മതി ദൈവത്തിലേക്ക് ആനയിക്കപ്പെടാൻ. ഈ ബോധനം ആണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നത്. ദയവായി സഹായിക്കണം, സഹകരിക്കണം. അണിയറയും ചുമാരട്ടൻ ബെന്നി, സ്റ്റെബിൻ വിൻഡോ, വികാരിയച്ഛൻ ഫാദർ ജോൺ, അന്തോണിക്കുട്ടി ഇളയപ്പൻ ജോർജ്, മറിയാമ്മ അമ്മായി ലിസി, സ്റ്റാൻലി പൗലോസ്, ഇനാശേട്ടൻ സേവ്യർ, സിസിലി സിനി, രചന സാക്ഷാത്കാരം ജോർജ്. അല്ല, ഇതെങ്ങോട്ടാ? ആർക്കാണാവോ ഇന്നത്തെ നറുക്ക്? അപ്പോ ചുമ്മാരിവിടെ ഇല്ലായിരുന്നോ? നമ്മുടെ മാളിയേക്കൽ ദേവസ്യേട്ടൻ പോയി ചുമ്മാരെ. അയ്യോ, ഞാൻ വിചാരിച്ചു. ചുമ്മാരെന്ത് വിചാരിച്ചാലും മരിച്ചവരാരും ഇനി തിരിച്ചു വരില്ല കേട്ടോ. അതെല്ലാവർക്കും അറിയാം വിലാസേട്ടാ. ഇല്ല, നമുക്കിടയിൽ ഒരാൾ മരിച്ചെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ മണിനാഥത്തിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അതായത് ഓരോ പ്രാവശ്യം മണി മുഴങ്ങുമ്പോഴും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് നിങ്ങൾ, അതായിരുന്നു ഞങ്ങളും. എന്താണ് ഞങ്ങൾ, നാളെ നിങ്ങളും അതായിരിക്കും. ഒന്നും പേടിപ്പിക്കാൻ പോയേ. ഇന്നു ഞാൻ, നാളെ നീ എന്ന് തന്നെ സാരം. മാത്രമല്ല, ഓരോ മണിമുഴക്കത്തിനും വ്യത്യസ്ത അർത്ഥമുണ്ട്. പുലർച്ചമണി പ്രഭാത പൂജയ്ക്ക്, ഉച്ചമണി പ്രാർത്ഥനയ്ക്ക്, പിന്നെ സന്ധ്യാ നമസ്കാരത്തിനുള്ള മണിനാഥം. അതെനിക്കും അറിയാം. എന്നാൽ അറിയാത്ത ഒന്നുണ്ട്. ഓരോ മണിനാഥത്തിനും ഇംഗ്ലീഷിൽ വേറെ വേറെ പേരുകളുണ്ട്. പിന്നെ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിൽ നേരിട്ട് സംബന്ധിക്കാൻ കഴിയാത്ത വിശ്വാസികളെ മണിമുഴക്കുന്നതിലൂടെ തിരുക്കർമ്മങ്ങളിൽ ചേർക്കുകയാണ്. ഇതൊന്നും ആരും മാത്രം ആലോചിക്കാറില്ല. ചെറുപ്പത്തില് സന്ധ്യക്ക് മണിയടിച്ചാൽ പിന്നെ വലിയ ഉത്സാഹ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്താഴം പോലോ. ഇപ്പൊ അതൊക്കെ മാറിയല്ലേ ചേട്ടാ. അതിരിക്കട്ടെ, നമ്മുടെ ദിവസേട്ടന് വലിയ പ്രായമൊന്നുമില്ലായിരുന്നു. നീ എന്തറിഞ്ഞാ പറയണ ചുമ്മാരെ? മൂപ്പർക്ക് 70 കഴിഞ്ഞു. 5-6 മാസം മുമ്പല്ലേ പിള്ളേരൊക്കെ വന്ന് സപ്തതി ആഘോഷിച്ച് തിരിച്ചു പോയത്. അത് ശരിയാ, ഞാൻ പോയിരുന്നു. സത്യ ഗംഗാമമായിരുന്നു കേട്ടോ. പോത്ത്, പോർക്ക്, ആട്, കോഴി, പിന്നെയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്റെ ഈശോ, നാട്ടുകാർ തിന്നു മടുത്തു. ഒന്ന് നിർത്തട ചുമ്മാരെ. ആള് മരിച്ചു കിടക്കുക. തിന്നതൊക്കെ ദഹിച്ചു പോയില്ലേ? ഇനി അത് വിസ്തരിക്കണോ? ചൂടുകൊണ്ടാ. ഓർത്തപ്പം വെള്ളം കുടിച്ചതേ ഉള്ളൂ. പാവം, നല്ലൊരു മനുഷ്യനായിരുന്നു. എത്ര മണിക്കാ ശവടപ്പ്? എന്താ നീ പോണുണ്ടോ? വൈകിട്ട് 3 മണിക്കാ. നാടൻ മര്യാദക്ക് ഒന്ന് പോയി മുഖം കാണിക്കണ്ടേ? ഇല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും? മരിച്ചവരെ പറ്റി കുറ്റം പറയാൻ പാടില്ല. 4 മൂപ്പർ ചില്ലറ ദ്രോഹമല്ല ഞങ്ങൾക്ക് ചെയ്തു കൂട്ടിയത്. അവസാനം കോടതി ഇടപെട്ടോണ്ടാ പാടത്തൂടെ വീട്ടിലേക്കൊരു വഴി കിട്ടിയത്. അതൊന്നും ഈ ജന്മത്തെ മറക്കാനാവില്ല ചേട്ടാ. അത് നിന്റെ പിടിപ്പുകടാ. വികാരി അച്ഛനോട് പറഞ്ഞില്ലേ
ദേവസ്വേട്ടനെ കണ്ട മാപ്പ് പറഞ്ഞ എല്ലാം തീരുന്ന ഇട്ട് നീ പോയോ? ആ അതെങ്ങനെയാ? മീനാശേട്ടൻ പറഞ്ഞു പറഞ്ഞത് എന്തെന്ന് എനിക്കറിയാം. എന്റെ അപ്പൻ കായലിൽ മുങ്ങി ചെളിവാരി കൊണ്ടുവന്ന് പുറമ്പോക്കിൽ തെങ്ങിൻ തൈ വെച്ചു. അത് നല്ലൊരു തൈവളപ്പായി മാറി. തെങ്ങ് കായ്ക്കാൻ തുടങ്ങിയപ്പോ ഈ ദേവസ്വേട്ടന് ഇരിക്കപ്പെടുകയില്ലാണ്ടായി. അവകാശം പറഞ്ഞു വന്ന അയാളുടെ ശിങ്കടികള് എന്റെ അപ്പനെ ചെളിയിട്ട് ചവിട്ടിക്കൂട്ടി. എല്ലാരും മറന്നാലും എനിക്കിതിനാവില്ല ഇങ്ങനെ ചേട്ടാ. ഇപ്പോഴോ അതൊക്കെ വിട്ട് കളയാ ചുമ്മാരെ. മൂപ്പര് പോയില്ലേ? ഇനി ആ പകയും ദേഷ്യമൊക്കെ വെച്ച് പുലർത്തിയിട്ട് എന്താ കാര്യം? അപ്പോ ആസ്ട്രേലിയയിൽ നിന്ന് അമേരിക്കയിൽ നിന്നും മക്കളെത്തിയോ? ഇക്കണ്ട സ്വത്തൊക്കെ ഇനി ആർക്ക് കിട്ടും? അതോർക്ക് നീ വിഷമിക്കണ്ട. മക്കളെല്ലാം എത്തിയിട്ടുണ്ട്. ഇനി അവരായിക്കൊള്ളും. നാലും എന്റെ ചേട്ടാ വല്ലാത്തൊരു ജന്മായിരുന്നു മൂപ്പരുടെ. വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കിയതൊക്കെ പിടിച്ചിട്ട് പോയില്ലേ? അതാണ്ട എല്ലാരുടെ അവസ്ഥ. അതുകൊണ്ടാ വിചാരിച്ച പറയണേ, സ്വർഗത്തിൽ ഇച്ചിരി സ്ഥലം മേടിച്ചിട്ടാ അവിടെ ചെല്ലുമ്പോ സമാധാനമായിട്ട് കഴിയാന്ന്. ഇത് കണ്ടാത്തോന്നോ ബ്രോക്കറാണ്. നീ എന്താണ് ചുമ്മാരെ ഇങ്ങനെ ചിരിക്കണേ? നിനക്ക് വല്ല വിവരമുണ്ടോ? അച്ഛൻ ഉപദേശിച്ചത് ഭൂമിയിലുള്ള കാലം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് മരിച്ചാൽ സ്വർഗത്തിലെത്തുമെന്ന വേദപുസ്തകത്തിൽ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈനാശേട്ടൻ പറഞ്ഞു കേട്ടപ്പോ ഇങ്ങനെ തോന്നിയുള്ളൂ. കാര്യക്കണ്ട. എന്ത് ഞാൻ ബ്രോക്കറാന്നോ? നീ വേദപുസ്തകം വല്ലപ്പോഴും വായിക്കാറുണ്ടോ? കർത്താവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. Do not let your hearts be troubled. Trust in God and trust also in me. In my Father's home there are many rooms. If it were not so, would I have told you that I go to prepare a place for you? And as I go now to prepare a place for you, I shall come again and take you to myself, that where I am, you may also be. അച്ഛൻ ഇതെന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേട്ടൻ ഇത് പോന്നോ? ഞാൻ അച്ഛന് യാത്ര ആക്കിയിട്ട് വരിക. എന്തെങ്കിലും കൊടുത്തോ? ഇപ്പോ അച്ഛൻ അതിന് ആവശ്യമൊന്നുമില്ലല്ലോ. പുലിച്ചറയിലെ വലിയ പണച്ചക്ക ലോകം മുഴുവൻ ജോലി നടത്തുന്ന കൊച്ചുവർത്തിച്ചേട്ടൻ്റെ ഇളയ മോനെ ഈ കക്ഷി. ഇത്രയും സൗകര്യത്തിൽ കഴിഞ്ഞാൽ ഇദ്ദേഹം എന്തിന് അച്ഛൻ പട്ടിണി പോയെന്ന് എനിക്ക് സംശയം. അതൊന്നും നമുക്ക് നമ്മുടെ കാര്യം നമ്മുടെ അപ്പനെ പ്രാർത്ഥന നടത്തിയതല്ലേ. ഈ ഒരു വേണമെന്ന് ചെയ്യുന്നത് ഞാൻ കരുതിയത്. ഓട്ടെ സാറേ, നാൽപ്പത് ശരിക്ക് സംസാരിക്കാൻ പോലെ സമയം കിട്ടിയില്ല. രാത്രി പോകാറ് ചാൻസില് 100 വട്ടം പ്രശ്നങ്ങളാണ്. അത് കിട്ടെ എന്റെ റെസ്റ്റോറൻ്റൊക്കെ എങ്ങനെ പോകണം? ഉള്ള ഗുണമുണ്ടാവാ. പുഴയോരം നന്നായി നടക്കണം. അതിന് നാടിൻ്റെ കാര്യത്തിൽ സ്റ്റോക്കിൻ്റെ നല്ല കുറവുണ്ട്. ഇവിടുത്തെ ഷെയർ കിട്ടിയിട്ട് വേണം ഒരു കണ്ടിന്യൂ ഓർഡർ ചെയ്യാം. പുഴയോരം എന്റെ റെസ്റ്റോറൻ്റ് അല്ലേ?
പ്രവർത്തനമൊന്നുമല്ല ചേട്ടാ. രണ്ടും ചേർന്നിരുന്ന കസ്റ്റമേഴ്സ് കഴിഞ്ഞു ഗ്രോസറിയിൽ കേടാകുന്ന പച്ചക്കറി എടുത്ത ഓരോരുത്തർ പാചകം അത് ഒഴിവാക്കാൻ ഗ്രോസറി വേറെ ഒരിടത്തിട്ടിരിക്കുന്നു. അതൊക്കെ നാട്ടിലെ പച്ചക്കറിക്ക് മുടിഞ്ഞ വിലയാണ്. പിന്നെ അതിന്റെ പുറകിൽ പല്ലാപ്പുള്ളി വേറെ. അതൊക്കെ ആര് തിരിച്ചറിയുന്നു? ഒക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള കാര്യങ്ങള്. കപ്പയ്ക്ക് കപ്പ, ഏത്തപ്പഴത്തിന് ഏത്തപ്പഴം എല്ലാം നാട്ടിലെ പാതി കളിക്ക് ഫിജിയിൽ കിട്ടും. അവിടെ ലഭിച്ചാൽ സ്പെയിനിൽ കിട്ടും. എന്തായാലും നാട്ടില് തീരെ കുഴപ്പമുണ്ടല്ലോ. അതിരിക്കട്ടെ, നീ തിരക്കൊണ്ടേ അവിടെ കുട്ടിനോട് സുഖമായിട്ട് കഴിഞ്ഞൂടെ? അതൊന്നും പോരെ ചേട്ടാ. എനിക്ക് ടർക്കിലും മെൽബണിലും ഓരോ പുഴയോരും ഓരോ കർണാടകയും തുടങ്ങി. അതിന് ചിക്കിരി വേണം. എന്തായി മക്കളെ നിങ്ങളുടെ ഭാഗ്യം വെപ്പ്? അമ്മായിക്കായാലോ ഈ ഒരേക്കർ പറഞ്ഞു തീരും. അപ്പൻ എനിക്കാണ് പറഞ്ഞു വെച്ചത്. പിന്നെ കുഞ്ചപ്പാടിൽ കുറച്ച് നിലകൂടി കിട്ടിയ കാശിന്റെ കുറവുകൊണ്ട് ഒന്നും ശരിക്കറിയാൻ നടക്കുന്നില്ല. അത് നിങ്ങളുടെ കുരിയച്ചറയിലെ ലൂസി വന്നപ്പോ പറഞ്ഞായിരുന്നു പങ്കപ്പാടാണ് ഹോട്ടലും വീടി ഒക്കെ കടത്തിലാണ്. അതുകൊണ്ട് നീ ഇപ്പോ സാധനങ്ങളൊക്കെ PG-യിൽ ഇറക്കണേന്ന് നിനക്ക് കഴിഞ്ഞിട്ട് മുട്ടണമെങ്കിൽ ചില്ലറ ഞാനായിട്ട് തരാടാ. എനിക്കിവിടെ വിധവാ പെൻഷനുണ്ട്. ആ ശരി, അതൊക്കെ അവിടെ വന്ന് കത്തിച്ചാ ചേട്ടായി ചിരിക്കൊന്നും വേണ്ട. സാൻസില് വലിയ കമ്പ്യൂട്ടർ കമ്പനി നടത്തുന്ന ചേട്ടായിക്ക് എങ്ങനെ എത്തിച്ചു കാശ്? എനിക്കാണ് അതൊരു ഉപകാരം. ഞാൻ ഇളയ മോനല്ലേ, തറവാടിന്റെ വീടിന്റെ അവകാശം എനിക്ക്. ആ കപ്പൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു വെച്ചോ. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും ചേട്ടാ? എന്നെ കിട്ടില്ല, 10 വയസ്സ് നൽകില്ല. അങ്ങേര് മര്യാദക്കാരനായതുകൊണ്ട് അതൊന്നും ചോദിച്ചുമില്ല. അന്ന് അപ്പൻ എന്നോട് പറഞ്ഞു, ഈ വീടിരിക്കുന്ന സ്ഥലം എന്റെ പേരിൽ എടുത്തരാന്നാ. എന്റെ വിശേഷത്തിൽ ഞാനിപ്പോ കടക്കുന്നില്ല. അന്ന് എന്റെ മനസ്സിലുണ്ട് ആഴ്ച വളർത്തിയ മക്കള് കാറിനെ കുറ്റിപ്പോയി തറവാടിന് മാനക്കൂടാക്കി എന്റെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാന്നാ പറഞ്ഞ. അത് ശരിയാ. അപ്പൊ എന്നോട് നീ എന്താ പറഞ്ഞ? അതോടൊപ്പം കേട്ടു. ഇനി അതുകൊണ്ടാവോ മൂപ്പിടിക്കാൻ പോയത്? ദൈവത്തിനറിയാം. സ്വത്ത് ഭാഗം വെക്കുമ്പോ ഈ വീടും സ്ഥലവും നിങ്ങളുടെ ഇളക്കൻ അന്തോണിക്കുട്ടിക്കും കൂടി എഴുതി വെക്കാന്നാ ചേട്ടൻ പറഞ്ഞേ. അതങ്ങോട്ട് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നമ്മുടെ ഇടയിൽ എല്ലാം വന്ന തറവാടിന്റെ അവകാശം. കോടതി പോയാ എനിക്കിത് പുഷ്പം പോലെ കിട്ടും. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്നാ ചേട്ടൻ പോയി കേസ് കൊടുക്കും. ചേട്ടന്റെ വാശി നടക്കുന്നത് അപ്പം മരിച്ച് 41 ആയിട്ടില്ല. അതിൻ്റെ ഇടയിൽ മാളികത്തിലെ ദേവസ്വേട്ടന്റെ മക്കള് കോടതി പോയ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ എല്ലാവർക്കും നാണക്കേടാ. അത് ഓർക്കാൻ തന്നെ. അതൊന്ന് കാണുക സ്ഥിതി. അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആവശ്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാത്തിനും ആ മായനെ ഒഴിവാക്കാനും കഴിയില്ല. ഈ സ്വത്തുകളൊക്കെ സൂചിപ്പിക്കാൻ അപ്പൻ്റെ ഒപ്പം നിന്നാണ് ഡാറ്റ. അപ്പത്തിൽ നിന്ന് മുഴുവൻ ബാധിച്ചാലും എല്ലാ അത്യാവശ്യങ്ങളും പിന്നെ തന്നെ നമ്മൾ വടക്കുന്നു. ഇനി അതെങ്ങനെ ചെയ്യണം നമുക്ക് അതാ മക്കളെ അതിൻ്റെ ശുദ്ധി. എന്നോട് ചേട്ടൻ പറഞ്ഞതൊക്കെ ഞാൻ നിങ്ങളുടെ മക്കള് സന്തോഷത്തോടെ എന്തെങ്കിലും തന്നാൽ എനിക്കറിയാം. ഒരാളുടെ കാര്യമില്ല, കൂലിപ്പണി ചെയ്താലും എനിക്ക് കഴിയും. തല ചായക്കാൻ ഒരിടം കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ വീടിനോട് ചേർന്ന് ഒരു 10 സെന്റ് എഴുതപ്പിനും വീട്ടുവട്ടിന്ന് ചെറിയ കഷ്ണിക്കും ബാക്കിയുള്ളത് 3 പേരെ സമമായി വിളിച്ചെടുത്തോ. പ്രശ്നം തീർന്നില്ലേ? അത് നടക്കില്ല മക്കൾ.
അച്ഛൻ ഇതെന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാലത്ത് വന്നപ്പോഴേ പറയണമെന്ന് കരുതില്ല. അന്നേരം നിങ്ങളൊക്കെ അപ്പൻ്റെ മരണത്തിൽ വിഷമിച്ചിരിക്കുകയല്ലേ. പിന്നെ ഒഫീസ് ചൊല്ലി പ്രാർത്ഥിക്കാൻ വന്നതല്ലേ എന്ന് കരുതിയിട്ടാ. പിന്നെ ഇപ്പോഴെന്താ എന്ത് നടക്കില്ല അച്ഛൻ പറയണേ? പള്ളി പുതുക്കി പണിയുന്ന കാര്യമാവും. ഐതിഹ്യ മന്ദിരം വേണമെന്നൊക്കെ ഞായറാഴ്ച അച്ഛൻ വിളിച്ചു പറയുന്നത് കിട്ടും. അതിന് എന്തെങ്കിലും സംഭാവന നമ്മുടെ തറവാട്ടിൽ നിന്ന് കൊടുക്കുന്ന കാര്യമാവും അച്ഛൻ പറയണേ. അത് ഞാനും കേട്ടോ. അച്ഛൻ അതിഥികളേറെ അവിടെ ഇവിടെ വരുമ്പോ താമസിച്ച പാടത്തിലെ വലിയ വൈദ്യമന്ത്രമാണ് പണിയെന്നും മറ്റും ആൾക്കാർ പറഞ്ഞു നടക്കുന്നത്. നേരാണോ അച്ഛ? അതെങ്ങനെ വേണേലും പണിയാലോ. അച്ഛന്റെ തറവാടില് ഇഷ്ടം പോലെ സ്വത്തല്ലേ കിടക്കണേ. അതല്ലേ അമ്മായി? അത് നേരാ. പ്രശ്നമില്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അച്ഛൻ്റെ അതൊക്കെ ഒന്ന്, ഇവിടെ ആരും അങ്ങനൊരു വൈദ്യമന്ദിരം പണിയുന്നില്ല. തറവാടിനെ സമ്പത്ത് ഉപേക്ഷിച്ചിട്ട് എനിക്ക് അങ്ങനെ യാതൊരു ആഹ്ലാദവും ആവശ്യമില്ല. നിങ്ങൾക്കറിയാലോ, സൈക്കിളിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എൻ്റെ അപ്പച്ചനോട് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പള്ളി തന്നെ ഇവിടെ പണിയുമായിരിക്കും. പക്ഷേ ഞാനത് പറയില്ല. അങ്ങനെ ഒരു പള്ളി പണിയിക്കാനല്ല ഞാനവിടെ വന്നത്, നിങ്ങളുടെയൊക്കെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ടാണ്. ലാസർ പുണ്യാളൻ മരിക്കാൻ ഇപ്പോഴത്തെ പള്ളി തന്നെ ധാരാളം. ദരിദ്രനായി ജീവിച്ച് മരിച്ച ഒരു പുണ്യാളൻ ആർഭാടമൊന്നും ആഗ്രഹിക്കില്ല, എനിക്ക് ഉറപ്പാണ്. പിന്നെന്താ അച്ഛൻ പറയണേ? ഈ സമാധാനപ്പെടും. അച്ഛൻ പറയട്ടെ. അതെ, അച്ഛനെ പറയാൻ നമുക്ക് കേൾക്കാം. ഞാനൊരു കൂട്ടം വായിക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറ. കുഞ്ഞിപ്പടി വില്ലേജിൽ മാലയക്കൽ കുഞ്ഞവാസൻ മകൻ ദേവസി 70 വയസ്സ്, സ്വമനസ്ഥാനം, പരപ്രേരണ കൂടാതെ നല്ല ഓർമ്മശക്തിയോടും സുബോധത്തോടും കൂടി എഴുതി വെച്ച മരണപത്രം. എന്റെ വക സകലമാന സ്വത്തുക്കളും മരണശേഷം താഴെ പറയുന്ന പ്രകാരം അവകാശികൾക്ക് സിദ്ധിക്കത്തക്ക നിലയിൽ ഒരു നിശ്ചയം ചെയ്തു വെക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുകയാൽ ഈ മരണപത്രം എഴുതി വെക്കുന്നു. എന്റെ 3 മക്കളായ സ്റ്റാൻലി, സ്റ്റെറിൻ, സിസിലി എന്നിവർക്ക് എന്റെ പേരിൽ ബാങ്കിലുള്ള മുഴുവൻ തുകയും തുല്യമായി ബാധിച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്റെ വീടും 1 ഏക്കറോളം വിസ്തൃതമുള്ള പുരയിടവും ഇളയ സഹോദരൻ അന്തോണിക്കുട്ടിക്ക് ഇഷ്ടദാനമായി നൽകുന്നു. എനിക്ക് വേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പൂമലയിലെ കപ്പത്തോട്ടം ഏകദേശം 5 ഏക്കർ ഭൂമി എന്റെ ഇളയ പെങ്ങൾ മറിയാമ്മയ്ക്ക് ഇഷ്ടദാനമായി നൽകുന്നു. ബാക്കിയുള്ള സ്ഥാവര ജംഗമ സ്വത്തുക്കൾ മുഴുവനും പട്ടിക എയിൽ സൂചിപ്പിച്ച പ്രകാരം സ്ഥലത്തെ ഇടവക പള്ളിക്കും ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിനും തുല്യമായി ബാധിച്ചു നൽകേണ്ടതാകുന്നു. ഇതാണ് മക്കളെ നിങ്ങളുടെ അപ്പൻ മാളിയക്കൽ ദേവസ്വചേട്ടന്റെ മരണപത്രം. സ്വത്ത് ബാധിക്കാൻ ഇനി നിങ്ങൾ ആരും മടക്കിക്കൊള്ളണ്ട. ശരിയാണ് അച്ചു. ഇതിന്റെ ഒരു കോപ്പി ചേട്ടൻ എനിക്കും തന്നിട്ടുണ്ട്. എന്താണെങ്കിൽ ചെയ്യും, എനിക്കും മതി. ഞാൻ തിരിച്ചു പോകും. അപ്പം ചെയ്തു വെച്ചത് സത്യത്തിൽ വളരെ നല്ല കാര്യമാണ്. പണം വരികയും പോവുകയും ഒക്കെ ചെയ്യും. അത് നല്ല പ്രവർത്തനങ്ങൾക്കായി ചെലവിടുന്നതാണ് ബുദ്ധി. എത്ര കിട്ടിയാലും ആരുടെയും പ്രയാസം ചെയ്തില്ല. അത് ദൈവം പറഞ്ഞു തന്നതാണ്. മാത്രമല്ല, ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാനും കഴിയില്ല. ഈ ഭൂമിയിലെ സമ്പത്തിനായിട്ടുള്ള മക്കളെ നാം ഓരോരുത്തരും പ്രയത്നിക്കേണ്ടത്. സ്വർഗീയ ഭവനത്തിനായി നമുക്ക് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം.